സ്വർണ്ണക്കൊള്ള വിഷയത്തിലേക്ക് വന്നാൽ സ്വർണ്ണക്കൊള്ള വിഷയം മറച്ചു പിടിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷേ അത് കൂടുതൽ സജീവമാക്കുക എന്നതാണ് UDF ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് ED വരികയാണ്. ED സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പിടിമുറുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ED പിടിമുറുക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി വിജിലൻസ് കോടതി അത് ഫയൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേസിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ED അപേക്ഷ നൽകിയിരിക്കുന്നത്. ഡിസംബർ 10-ാം തീയതി ഈ അപേക്ഷ കോടതി പരിഗണിക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. EDയുടെ അപേക്ഷ നേരത്തെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. ഇപ്പോഴും എതിർവാദമുണ്ട്. എതിർവാദം ഉന്നയിക്കാനുള്ള അവസരം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. EDയുടെ അപേക്ഷയും SITയുടെ എതിർവാദവും 10-ാം തീയതി നടക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED വേണ്ട എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഉള്ളത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലും സർക്കാർ ഇത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ED അന്വേഷണത്തെ സർക്കാർ പൂർണ്ണമായും എതിർക്കുകയാണ്. ഈ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സമയം വേണം. അതിനുവേണ്ടിയാണ് തുടർ നടപടികൾക്കായി 10-ാം തീയതിയിലേക്ക് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. FIRും മറ്റ് രേഖകളും ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയാണ് ആദ്യം സമീപിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. 10-ാം തീയതി സർക്കാരിന്റെ എതിർപ്പ് രേഖാമൂലം അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടാവുക. അതുവരെ നമുക്ക് അതിൽ എന്താണ് കോടതിയുടെ നിർദ്ദേശം എന്നത് കാത്തിരിക്കാം. എന്തായാലും ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ച സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. FIRന്റെ ED ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താകും ED വന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്നതുകൂടി പരിശോധിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമയം നീട്ടി നൽകിയിട്ടുണ്ട് SITക്ക്. അതിനൊപ്പമാണ് ഈ ദേവസ്വം ബെഞ്ച് കേസിലെ FIR അനുബന്ധ രേഖകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അപേക്ഷ നൽകി വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി അറിയിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകേണ്ടതെന്ന നിർദ്ദേശമാണ് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയത്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ED നടത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമിക വിവരശേഖരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. ശബരിമലയിൽ നിന്ന് ഈ കവർച്ച ചെയ്യപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളിലെയും ഈ കട്ടിളപ്പാളിയിലെയും ഒക്കെ സ്വർണം എന്ന് പറയുന്നത്, അവയുടെ മൂല്യം എന്ന് പറയുന്നത് കേവലം സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല, ദൈവിക മൂല്യം കൂടി അതിന് ഉണ്ട്. അതനുസരിച്ച് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ഇത് വിറ്റിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. കോടതി പോലും അത്തരമൊരു സംശയം ഉന്നയിച്ചത് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അവിടേക്ക് ED കൂടുതൽ ശക്തമായ ഇടപെടലുകളുമായി വരുന്നത്. ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുള്ളതായി കരുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ EDയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വ്യാപ്തി കണക്കിലെടുത്ത് ഉള്ള ഇടപെടലിന് വേണ്ടിയാണ് ED ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഇടപെടലാണ് ED നടത്തുന്നത്. സർക്കാർ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ അന്വേഷണം ED ഏറ്റെടുത്താൽ അതേത് നിലയിൽ വരെ പോകും എന്ന ഭയപ്പാടാണ് സർക്കാരിനെ സംബന്ധിച്ച് അതിനെതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ കേസിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി മുകളിലേക്ക് ആളുകൾ ഉണ്ടെങ്കിൽ അവർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ED വന്നാൽ ഉണ്ടാകും എന്ന പേടിയാണ് സർക്കാരിനെ മറ്റന്വേഷണത്തെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കേസിൽ ഇതുവരെ പിടിയിലായ എല്ലാവരും തന്നെ നമുക്കറിയാം CPMുമായി ബന്ധമുള്ളവരാണ്. പാർട്ടികളുടെ അനുഭാവികളും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരുമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസുവും A പത്മകുമാറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ N വാസുവും പത്മകുമാറും ഒക്കെയാണ്. അവർക്ക് CPMുമായുള്ള ബന്ധമൊക്കെ അറിയാം. ഇവരെ ചോദ്യം ചെയ്താൽ മറ്റ് നേതാക്കളിലേക്ക് അന്വേഷണം ചെന്നെത്തുമോ എന്ന ഭയമാണ് ഈ സാഹചര്യത്തിലുള്ളത്. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ കോടതി പോലും യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ആ അന്വേഷണം നടന്നാൽ മതി എന്നതാണ് സ്വാഭാവികമായും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്, നടപടികൾ ഇഴയുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗമായവർ ചൂണ്ടിക്കാട്ടുന്നു
ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ തന്നെ പ്രമുഖ നേതാക്കളിലേക്ക് അന്വേഷണം എത്തില്ലല്ലോ എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ, കൂടുതൽ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, രാജ്യാന്തര ബന്ധമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ കോടതി കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ അന്വേഷണത്തിനുള്ള സാധ്യതകൾ കൂടി തെളിയുകയാണ്. നമുക്കറിയാം BJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി ഇതിൽ CBI അന്വേഷണം ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം വരുന്നത്. ED അന്വേഷണം വന്നാൽ ഇതിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട്, കൂടുതൽ ആളുകളുണ്ടോ, ഈ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിന്റെ മാനം ഇതിലും വലുതാകും എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ വലിയ എതിർപ്പും മറ്റു തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ മറ്റൊരു അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബെഞ്ചിൽ ഉണ്ടായിട്ടുള്ള വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് FIR രേഖകൾ നൽകാൻ ഉൾപ്പെടെ ഇഡിക്ക് നൽകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഏജൻസിയുടെ അന്വേഷണം കൂടി ഇതിൽ വരുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. രാഹുൽ വിവാദം മറികടക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവമാക്കി നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തൊടാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയിലേക്ക് ആ ചർച്ചകൾ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകൾ വരുന്നത്. ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഇതിന് പിന്നിൽ അന്തർദേശീയ ഇടപാട് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. 500 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സ്വർണം വിറ്റത് വൻ മാഫിയയ്ക്കാണ്. തനിക്ക് വിവരം നൽകിയ ആൾ SITക്ക് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി ചെന്നിത്തല പറയുന്നു. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ടും ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വലിയ ഒരു തട്ടിപ്പാണ്. 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ ഇന്ന് കത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെപ്പറ്റി വിശദമായൊരു അന്വേഷണം വേണം. ശബരിമല വിഷയം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും സജീവമാക്കി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ BJPക്കും ഈ വിഷയത്തിൽ ചില താല്പര്യങ്ങളുള്ളതാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പിണറായി വിജയൻ അന്വേഷണ സംഘത്തിന് വിലങ്ങ് വെച്ചിരിക്കുകയാണ് എന്നതാണ് BJP നേതാവ് K സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കടകംപള്ളിയുടെ പല ഇടപാടുകളെക്കുറിച്ചും തെളിവ് മൊഴിയുമുണ്ട്. LDFന് മുഖം നഷ്ടമായ അവസ്ഥയാണ്. UDFന് നിവർന്നു നിന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന ആരോപണം കൂടി സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. അവസാന നിമിഷം വരെ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് അടക്കമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പന്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. നിരുത്തരവാദപരമായ ഒരു സുരേന്ദ്രൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കൂടി വരുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോൾ സമയം കുറവായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകുന്നുണ്ട്. മാത്രവുമല്ല, കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ തിരുവാഭരണം നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു സാഹചര്യം MV ഗോവിന്ദൻ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതുവരെ ഒരു തരി തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ എന്നതുകൂടി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടന്ന് കുറ്റക്കാരായവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നില്ലേ എന്നൊരു ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്. ഹൈക്കോടതിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതിന്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര്
തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യമാണ്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പോലും തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ അങ്ങനെ ആരോപണ വിധേയരായവർ, കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർ, അറസ്റ്റിലായവർ, അവരെ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പാർട്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് എങ്ങനെ വിശദീകരിക്കും? ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യമാണ് ആവർത്തിച്ചു വരുന്നത്. അവിടേക്കാണ് EDയുടെ കൂടി ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ തട്ടിപ്പിന്റെ മാനം നമുക്കറിയാം. അന്വേഷണം പുരോഗമിച്ചതിന് ശേഷമാണ് ഇത്ര വലിയ മാനങ്ങൾ ആ തട്ടിപ്പിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക് ED കൂടി വരുന്നു. രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു. ചെന്നിത്തല ഇപ്പോൾ മറ്റു ഒരു ഗൗരവമായ ആരോപണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ പാർട്ടി നടപടിയെങ്കിലും അനിവാര്യമാകുന്നു എന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ അവിടെ പിടിവാശി തുടരുന്നു. അത് എങ്ങനെ വിശദീകരിക്കണം എന്നതിൽ പോലും നേതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ട്. അത് വലിയ ഒരു ഡാമേജ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് പോകാം.